മലയാള സിനിമയിൽ ചില കലാകാരന്മാരുണ്ട്. അവർ നായകന്മാരല്ല, വലിയ ആക്ഷൻ രംഗങ്ങളോ നീണ്ട പ്രസംഗങ്ങളോ ചെയ്യുന്നവരല്ല. എന്നാൽ അവർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടാൽ മാത്രം മതി പ്രേക്ഷകരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയും. അത്തരത്തിൽ മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന അപൂർവ പ്രതിഭയാണ് കൃഷ്ണൻകുട്ടി നായർ. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് ജനിച്ച കൃഷ്ണൻകുട്ടി നായർ അഭിനയ ലോകത്തേക്ക് എത്തിയത് യാദൃച്ഛികമായിട്ടായിരുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ലൈബ്രറിയനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം കലാരംഗത്തോടുള്ള താല്പര്യം കാരണം നാടകവേദികളിലേക്ക് തിരിയുകയായിരുന്നു. പ്രശസ്ത നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കരുടെ നാടകങ്ങളിലൂടെയാണ് കൃഷ്ണൻകുട്ടി നായർ അഭിനയ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് വിവിധ നാടക സമിതികളിൽ പ്രവർത്തിച്ച് സ്വന്തം അഭിനയ മികവ് തെളിയിച്ച അദ്ദേഹം വളരെ പെട്ടെന്നാണ് കലാസ്വാദകരുടെ ശ്രദ്ധ നേടിയത്. 1979 പി പത്മരാജൻ സംവിധാനം ചെയ്ത പെരുവഴി അമ്പലം എന്ന ചിത്രത്തിലൂടെയാണ് കൃഷ്ണൻകുട്ടി നായർ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. ചെറിയ വേഷങ്ങളിലൂടെ തുടങ്ങിയ യാത്ര പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ സഹനടന്മാരിൽ ഒന്നായി അദ്ദേഹത്തെ ഉയർത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് 1988 പുറത്തിറങ്ങിയ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രമായിരുന്നു. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കിടപ്പിലായ പഴയ തട്ടാനായ തട്ടാൻ ഗോപാലൻ എന്ന കഥാപാത്രം മലയാളികൾ ഇന്നും മറന്നിട്ടില്ല. ശരീരഭാഷയേക്കാൾ മുഖഭാവവും സംഭാഷണ അവതരണവും കൊണ്ട് കഥാപാത്രത്തെ അനശ്വരമാക്കിയ പ്രകടനമായിരുന്നു അത്. തുടർന്ന് മലയാള സിനിമയിൽ വ്യത്യസ്ത സ്വഭാവമുള്ള നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിൽ കാലൻ മത്തായി, മഴവിൽ കാവടിയിലെ കാളിമുത്തു, കോട്ടയം കുഞ്ഞച്ചനിലെ പാച്ചക്കുളം വാസു എന്നിങ്ങനെ ഉൾപ്പെടുന്ന നിരവധി കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, പി പത്മരാജൻ, സത്യനന്ദിക്കാട്, കമൽ തുടങ്ങിയ മലയാള സിനിമയിലെ അതികായരായ സംവിധായകന്മാരുടെ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കഴിവിന്റെ തെളിവായിരുന്നു. വരവേൽപ്പ്, ഒരിടത്തൊരു ഫയൽവാൻ, അവിട്ടം തിരുനാൾ, ആരോഗ്യ ശ്രീമാൻ, മാന്ത്രിക ചെപ്പ്, കാവടിയാട്ടം, കടിഞ്ഞൂൾ കല്യാണം, ചെപ്പു കിളിക്കണം ചങ്ങാതി, ചങ്ങാട്ടം, ഉള്ളടക്കം, മൂക്കില രാജ്യത്ത് തുടങ്ങി 80ലേറെ സിനിമകളിൽ അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. സിനിമയ്ക്ക് പുറമെ ദൂരദർശനിലെ ജനപ്രിയ സീരിയലായ കൈരളി വിലാസം ലോഡ്ജ് എന്ന പരമ്പരയിലും അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. കൃഷ്ണൻകുട്ടി നായരുടെ അഭിനയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ ലാളിത്യമായിരുന്നു. വലിയ അഭിനയ പ്രകടനങ്ങളോ അമിതാഭിനയമോ ഇല്ലാതെ ഒരു നോട്ടം കൊണ്ടും ചെറിയൊരു സംഭാഷണം കൊണ്ടും പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ഷൊർണൂരിലുണ്ടായ സ്കൂട്ടർ അപകടത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് 1996 നവംബർ 6 തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് ഒരു നടനെ മാത്രമല്ല, സ്വാഭാവിക അഭിനയം കൊണ്ട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അപൂർവ കലാകാരനെയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ വീണ്ടും കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു കാര്യമാണ്: ചിരി സൃഷ്ടിക്കാൻ വലിയ ബഹളങ്ങളൊന്നും ആവശ്യമില്ലെന്ന്. ഒരു നോട്ടം, ഒരു മുഖഭാവം, ഒരു ഡയലോഗ് അത്രമാത്രം മതിയായിരുന്നു കൃഷ്ണൻകുട്ടി നായർ എന്ന അതുല്യ പ്രതിഭയ്ക്ക്. മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ കാലം മായ്ക്കില്ല. ഓരോ തലമുറയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ വീണ്ടും ആ മഹാനടനെ ഓർക്കും. കൃഷ്ണൻകുട്ടി നായർക്ക് നമ്മുടെ ഓർമ്മപ്പൂക്കൾ നേരാം.